തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയെയും മകനെയും മർദ്ദിച്ച സംഭവത്തിൽ കടവന്ത്ര CI PM രതീഷിന്റെ തൊപ്പി തെറിച്ചേക്കും. ദക്ഷിണമേഖല IG ശ്യാം സുന്ദർ രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നടപടിയെടുക്കാതിരിക്കാൻ 15 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ എന്താണ് വീഴ്ച സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രതീഷിന്റെ മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്ന സൂചനകൾ ദക്ഷിണമേഖല IG ഓഫീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നോട്ടീസ് നൽകുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി മാത്രം. അഡീഷണൽ SP ശശിധരന്റെ അന്വേഷണത്തിൽ രതീഷ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരുന്നു. രതീഷ് പീച്ചി SI ആയിരുന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ദക്ഷിണമേഖല IG ശ്യാം സുന്ദർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതികൾ വിലയിരുത്തി. കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ എടുപ്പിച്ചു. 8 മാസമായി ദക്ഷിണമേഖല IG ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഫയൽ കെട്ടിക്കിടക്കുകയായിരുന്നു. തുടർന്നാണ് രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ IG നിർദ്ദേശം നൽകിയത്. ഇതിനിടെ അഡീഷണൽ SPക്ക് രതീഷ് നൽകിയ മറുപടിയും പുറത്തു വന്നിട്ടുണ്ട്. ദിനേശിനെ വായിൽ ബിരിയാണി കുത്തിക്കയറ്റി കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് പരാതി കിട്ടിയത് എന്നും ഇതേ തുടർന്നാണ് ഹോട്ടൽ മാനേജറെയും ഡ്രൈവറെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത് എന്നുമാണ് രതീഷ് പറയുന്നത്. എന്നാൽ താൻ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചിട്ടില്ല എന്നും രതീഷിന്റെ ന്യായീകരണമുണ്ട്. 2023 മെയ് 24-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പട്ടിക്കാട് സ്ഥിതി ചെയ്യുന്ന ലാലീസ് ഹോട്ടലിന്റെ ഉടമ KP ഔസേപ്പ്, മകൻ പോൾ ജോസഫ്, ഹോട്ടൽ മാനേജർ റോണി ജോൺ എന്നിവരെയായിരുന്നു അന്ന് പീച്ചി SI ആയിരുന്ന രതീഷ് മർദ്ദിച്ചത്. സംഭവ ദിവസം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ പാലക്കാട് വണ്ടാഴി സ്വദേശി ദിനേശ് ഹോട്ടൽ ജീവനക്കാരുമായി തർക്കത്തിലേർപ്പെട്ടിരുന്നു. ദിനേശിന്റെ സഹോദരി പുത്രന് ബിരിയാണി ഇഷ്ടപ്പെടാത്തതും ഇത് ചോദ്യം ചെയ്തതുമാണ് തർക്കത്തിൽ കലാശിച്ചത്. തർക്കം രൂക്ഷമായതോടെ ഹോട്ടൽ ജീവനക്കാർ പോലീസിനെ വിവരമറിയിച്ചു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ല. ഇതോടെ റോണിയും ഡ്രൈവർ ലിതിൻ ഫിലിപ്പും പീച്ചി പോലീസ് സ്റ്റേഷനിലെത്തി നേരിട്ട് പരാതി നൽകി. ഈ സമയം ദിനേശും സ്റ്റേഷനിലുണ്ടായിരുന്നു. ഹോട്ടൽ ജീവനക്കാർ മർദ്ദിച്ചു എന്നായിരുന്നു ദിനേശിന്റെ പരാതി. ഇതോടെ റോണിയെയും ലിതിനെയും SI ആയിരുന്ന രതീഷ് തടഞ്ഞുവെക്കുകയും ഫ്ലാസ്ക് ഉപയോഗിച്ച് അടിക്കാൻ ഓങ്ങുകയും ചെയ്തു. ഇതിന് പിന്നാലെ വിവരമറിഞ്ഞ് ഔസേപ്പും മകൻ പോളും സ്റ്റേഷനിലെത്തി. ഇതോടെ SI അവർക്ക് നേരെ തിരിഞ്ഞു. ഔസേപ്പിനെയും പോളിനെയും മർദ്ദിച്ച SI ഭീഷണിപ്പെടുത്തുകയും പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ദിനേശിന്റെ സഹോദരി പുത്രന് പ്രായപൂർത്തിയായിട്ടില്ല എന്നും വധശ്രമത്തിനൊപ്പം പോക്സോ കേസും ചുമത്തുമെന്നുമായിരുന്നു SIയുടെ ഭീഷണി. ഇതോടെ ഔസേപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചു. ഇതനുസരിച്ച് ദിനേശിനോട് സംസാരിച്ചപ്പോൾ 5 ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് ഔസേപ്പ് ദിനേശിന് പണം കൈമാറി. എന്നാൽ ഔസേപ്പ് പണം നൽകിയിട്ടില്ല എന്നായിരുന്നു ദിനേശിന്റെ വാദം. ഔസേപ്പ് തല്ലിച്ചതച്ചതായും ദിനേശ് ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ താൻ നിരപരാധിയാണ് എന്നായിരുന്നു തുടക്കം മുതലുള്ള ഔസേപ്പിന്റെ വാദം. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾക്കായി ഔസേപ്പ് ശ്രമം നടത്തിയിരുന്നുവെങ്കിലും പോലീസ് നൽകാൻ കൂട്ടാക്കിയിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഔസേപ്പിന് ഈ ദൃശ്യങ്ങൾ ലഭ്യമായത്. ഇത് പുറത്തു വന്നതോടെയാണ് പീച്ചി പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം പുറം ലോകം അറിയുന്നത്. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് രതീഷിന് CII സ്ഥാനക്കയറ്റം നൽകുന്നത്. പല IPS ഉദ്യോഗസ്ഥന്മാരും മേലുദ്യോഗസ്ഥന്മാർ, ജില്ലയ്ക്ക് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അതാത് ഭരണത്തിൽ വരുന്ന സർക്കാരിന് വിധേയത്വത്തോടെ നിൽക്കുകയുള്ളൂ കുറേയൊക്കെ. അപ്പോൾ അവർക്ക് ഇതുപോലെ കാണിക്കുന്ന പൊതുജനങ്ങളെ ഉപദ്രവിക്കുന്നവരും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന് അപമാനം സൃഷ്ടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവർക്കെതിരായിട്ട് കർശന നടപടി എടുക്കണം എന്ന് പറഞ്ഞാൽ ജില്ലാ നേതൃത്വത്തിലുള്ള SP-മാർ അല്ലെങ്കിൽ DIG-മാർ അല്ലെന്നുണ്ടെങ്കിൽ ADGP-മാർ അവരാണ് ഡിസിപ്ലിനറി അതോറിറ്റി. ഈ താഴെക്കടയിൽ എൻക്വയറി റിപ്പോർട്ട് എന്ന് കഴിഞ്ഞാൽ അത് വായിച്ച് നോക്കിയിട്ട് പണിഷ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ട് പണിഷ് ചെയ്യാം, റിമൂവ് ചെയ്യാം അവർക്ക്. അപ്പോൾ ക്രിമിനൽ കേസ് വ്യത്യാസമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീങ്ങുക. ഡിപ്പാർട്ട്മെൻറ്റ് പരാതി കൊടുത്താൽ ഇവരെ ഡിപ്പാർട്ട്മെൻറ്റ് ശിക്ഷിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ബാർ നടത്തുന്നതും അതുപോലെ തന്നെ അവരെ റാങ്ക് ചെയ്ത് പിരിച്ചുവിടുന്നതും അവരെ റാങ്കിൽ നിന്ന് റിവേർട്ട് ചെയ്യുന്നതും ഒക്കെ നടപടിയിലുണ്ട്. അതൊന്നും ആരും ഇപ്പം മേലുദ്യോഗസ്ഥന്മാർ ചെയ്യാറില്ല. രാഷ്ട്രീയമായ സമ്മർദ്ദനം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തികളുടെ സ്വാതന്ത്ര്യം, അവരുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ് അവർക്ക് മേജർ പണിഷ്മെൻറ്റ് കിട്ടാതെ പോകുന്നത്. DGP കൂടി ഉണ്ടല്ലോ, ADGP-മാരുണ്ടല്ലോ, ഡിസിപ്ലിനറി അതോറിറ്റി അവരല്ലേ, അവരൊക്കെയല്ലേ ഇത് ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി നേരിട്ട് ഒരു കാര്യത്തിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് കൊടുക്കാതിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി അല്ല, SP, DIG, ADGP, DGP ഇവരെ കടന്നിട്ട് മുഖ്യമന്ത്രി ചെയ്താൽ മതി. കാരണം അതിനകത്ത് ഏതെങ്കിലും പാകപ്പഴം ഈ DGP വരെയുള്ളവർ
പണിഷ്മെൻറ്റ് കാര്യത്തിൽ ഇതുപോലുള്ള സംഭവത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഓഫീസിൽ പ്രത്യേക സെല്ല് വേണം. ഇങ്ങനെയുള്ള പരാതികൾ കൃത്യമായി നടപടിയെടുക്കാൻ അവിടുന്ന് ഡയറക്ഷൻ വരണം. അപ്പോൾ ഇങ്ങനെയുള്ള പുഴുക്കുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് കളയാൻ പറ്റും. അത് നല്ല കാര്യമാണ്. പോലീസിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന കാര്യമല്ല, ആത്മവിശ്വാസം കൂട്ടുകയുള്ളൂ. മറ്റുള്ള നന്നായിട്ട് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവും ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്നവരെയൊക്കെ സർവീസിൽ നിന്ന് കളയുന്നുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.